പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. രാഗവസന്ത സന്ധ്യയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. സ്വരസന്ധ്യയിലെ സ്നേഹ സാന്നിധ്യമായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം ജഡ്ജസ്. രാഗമധുര വേദിയിലേക്ക് പട്ടാമ്പിയുടെ പ്രിയപ്പെട്ട ഗായിക നമ്മുടെ കൃഷ്ണക്കുട്ടി എത്തുന്നു. വെൽക്കം കൃഷ്ണ ഓൺ സ്റ്റേജ്. തലയിലെന്താ തൂവലോ? ദൈവമേ, പക്ഷി പറന്നു വരുന്നു. മക്കളെ ഏതെങ്കിലും പ്രാവിനെ പിടിച്ചു വെച്ചോ തലയിൽ? കൈ നോക്ക തെരിയുമാ? കൈ പാക്ക ഇല്ല. അയ്യോ അറിയണ്ടേ കൈ നോക്കാൻ? ആ മീനൂട്ടിയുടെ കൈ പിടിച്ച് നോക്കിയിട്ട് ഒരു ഫലം പറഞ്ഞേ. നന്നായി വരും. അത് വേണ്ട കേട്ടാ. നോ പ്രോംപ്റ്റിംഗ്. നല്ല പഠിപ്പിസ്റ്റാണ്. നന്നായിട്ട് പഠിക്കും. മനസ്സിലായില്ല? എവിടം വരെ എത്തും? നല്ല ഭാവിയുണ്ട്. നല്ല ഭാവിയുണ്ട്. അപ്പൊ എന്തായി തീരും? ഡോക്ടർ രക്തം കണ്ടാ തലകറങ്ങി വീഴുന്നവളാ. കൊതുക് എടുത്ത് ചോരാണ്ട് എനിക്ക് പേടിയാ. ഭിഷഗ്വരയാവോ? ഭിഷഗ്വര അതെന്നതാ? വൈദ്യൻ. സംസ്കൃതം. അങ്ങനെ വലിയ വലിയ ആളിനൊന്നും പറ്റത്തില്ല. ഇത്ര നീണ്ട പേര് പറയാൻ എളുപ്പമല്ല. ഭിക്ഷക്കാരിയോ? MG ങ്ങളുടെ നോക്കണോ? പെണ്ണ് ഞാൻ നോക്കി പറയാം. പറ. കൃഷ്ണൻകുട്ടിയുടെ തല വരാൻ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. പറയണോ? ഉറപ്പാണോ? ഞാൻ തുറന്നു പറയും. പറട്ടെ. എനിക്ക് കൈ കാണണമല്ലോ. ചെല്ല്, കൈ കാണിച്ചു കൊടുക്ക്. ഞാൻ തുറന്നു പറയും. ഹരഹരോ ഹരഹര ഷൺമുഖായ നമഃ. ദീർഘായുസാണ്. ഒരുപാട് മനപ്രയാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം കാര്യമായിട്ടുള്ള കാര്യമല്ല എങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇങ്ങനെ. ടെൻഷൻ, അവിടെ ടെൻഷൻ, ഇവിടെ ടെൻഷൻ, പിന്നെ ആരെങ്കിലും പറയുന്ന കേട്ടുള്ള ടെൻഷൻ, അങ്ങനെ മിശ്രിതമാണ്. ഒരു ദിവസം നമുക്കൊന്ന് സന്തോഷമായിട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4 മണിയാകുമ്പോ എന്തെങ്കിലും ഒരു ആണോ? ആ ശരി. കല്യാണത്തിന്റെ രേഖ ഒന്നും കാണുന്നില്ല, ആയിട്ടില്ല, തെളിഞ്ഞു വന്നിട്ടില്ല. ബുദ്ധിയുടെ കാര്യത്തില് ഭയങ്കര ബുദ്ധിയാണ്. കൂർമ്മ ബുദ്ധിയാണ്. അതിന്റെ കൂടെ കുറച്ച് വക്ര ബുദ്ധി. ഇതാര് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കുകയും അതിന്റെ കൂടെ പോകുന്ന, അതായത് ഒരു ദൃഢനിശ്ചയമില്ലാത്ത ഒരു കൈയാണ്. ആണോ? അധികം നോക്കണ്ട. ഇനി പഠിത്തത്തിൽ മിടുക്കിയാണ്, കുറച്ചുകൂടെ ശ്രദ്ധ വേണം കേട്ടോ എന്നാണ് കൈരേഖ പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ കയ്യിൽ കണ്ട കാര്യങ്ങൾ. മീനൂട്ടി ഒന്ന് ഇടിഞ്ഞു നിൽക്കുന്ന കേട്ടോ ഇങ്ങനെ. ഇതെങ്ങനെ എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് പാട്ടിലോട്ട് കിടക്കാം. ഏത് പാട്ടാ? ചുവപ്പ് കല്ല് മൂക്കുത്തി. അങ്ങ് അറ്റത്ത് ഒരു വലിയ കല്ല് മൂക്കുത്തി ഇരിപ്പുണ്ട്. ഞാൻ മൂക്കുത്തിട്ടില്ല. ശരിയാ, മൂക്കൂത്തിയുടെ പാട്ട് പാടാൻ വന്നിട്ട് കുഞ്ഞുന്തി മൂക്കൂത്തിയുടെ കച്ചവടക്കാരിയാണ്. ഏത് സിനിമയാണ്? പഞ്ചവങ്കാട്. ദേവരാജൻ മാഷ്, പിന്നാരാ വയലാർ സാർ പാടിയത്? മാധുര്യമ്മ. തലയില് തൂവൽ. ഓക്കെ, എന്നാ പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പഞ്ചവങ്കാട്ടിലെ കണ്ണിക്കൂറത്തിക്ക് പുലി നഖത്താലി കഴുത്തിൽ പുലി
കൃഷ്ണ എന്താ സാർ? നന്നായിരുന്നു മോളെ. താങ്ക് യു സാർ. കാരണം ആ മാധുര്യമ്മയുടെ ഒരു ടോൺ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. കാരണം ആ കേട്ട് പഠിക്കുമ്പം ആ നാച്ചുറലി അത് ഉണ്ടാവും. ആ മോളിന്ന് മൊത്തം പവർഫുൾ ആയിട്ട് അങ്ങോട്ട് പാടിയപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളൊക്കെ ഒരു തള്ളു കൂടിപ്പോയി. ആ ഫോർ എക്സാമ്പിൾ ഈ മുളങ്കുഴലിൽ എന്ന് പറഞ്ഞ് എടുക്കുന്നില്ലേ, ആ അത് ആ പിച്ചില്ലേ, പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ശ്രുതി മാറി. ആ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഇളം ചൊടിയിൽ ഇമ്പമുള്ള അവിടം തൊട്ട് സൂപ്പറായിരുന്നു. ആ ലാസ്റ്റ് ചരണം ആ അത് നല്ല ഭംഗിയായിട്ട് വന്നു. മേളിലൊക്കെ ശ്രുതി ശുദ്ധമായിരുന്നു. ആ അപ്പൊ ഈ എന്താണ് ഈ കുറച്ച് ആവേശം കൂടിയതുകൊണ്ട് കുറച്ച് സ്ഥലത്തുള്ള ശ്രുതി, കാരണം ഇത് തുണ്ടുപല്ലവിയുടെ ശ്രുതി കുറച്ചൊന്ന് മാറിപ്പോയി. ചെറിയ ചെറിയ കാര്യമുള്ളൂ, ബട്ട് ഇറ്റ് വാസ് പവർഫുൾ പെർഫോമൻസ് കേട്ടോ. താങ്ക് യു കാരണം ഈ സാർ. ഡാൻസസ് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു താങ്ക് യു സാർ. ടോട്ടലായിട്ട്. പിന്നെ ഈ ഇമേജും കറക്റ്റായിട്ട് ആ പാട്ടുമായിട്ട് ചേർന്ന് വന്നു കേട്ടോ. ടോട്ടലി നല്ല രസമായിരുന്നു കാണാൻ. കൃഷ്ണക്കുട്ടി എന്താ സാർ? ഉഗ്രനായിരുന്നു. നല്ല സെലക്ഷൻ. എന്തായാലും നല്ല ത്രോ ഉള്ള വോയിസ് ആണ്. പ്രത്യേകിച്ച് ആ എന്നമ്മ പൊന്നമ്മ എന്നൊക്കെ പാടിയ ഭാഗം നല്ല ത്രോ ഉണ്ടായിരുന്നു. വോയിസ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വന്നു. പിന്നെ പ്രശ്നങ്ങൾ കുറെ ഉണ്ട്. എനിക്ക് ആവേശം കൂടിപ്പോയി തോന്നുന്നു അല്ലേ? ആവേശം അത് എനിക്ക് തോന്നുന്നു എക്സൈറ്റ്മെന്റിലായിരിക്കും ചിലപ്പോൾ ഈ പാട്ട് ഞാനൊന്ന് കലക്കും. അത് നല്ലതാണ്, നല്ല ഇതാണ്. പക്ഷെ നമ്മുടെ എനർജി ലെവൽ കൂടിപ്പോയി തോന്നുന്നു. പിന്നെ മുളങ്കുഴലിൽ മധുരമലന്തേന് അതിന്റെ സംഗതി, അവസാനത്തെ സംഗതിയില്ലേ, പശുവിൻ പാല് സംഗതി, അങ്ങനെ അതിന്റെ എൻഡിങ്ങുള്ള സംഗതികളാണ് പ്രശ്നം കേട്ടോ. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെയാണ് പ്രശ്നം പറ്റിയത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത് കേട്ടപ്പോ ഒരു പാട്ട് അങ്ങോട്ട് പാടിത്തരണം എന്നൊരു ആശ മനസ്സിൽ. ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. എന്റെ കരൾ കൊമ്പിലും ചാറ്റുമഴ ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചെല്ലാതിരേ ചെന്താമരേ. സെന്താഴം പൂവിൽ വந்தாടും തെன்றൽ എൻ മീതു മോതുതമ്മ. செந்தாழம் பூவில் வந்தாடும் தென்றல் என் மீது மோதுதம்மா. பூவாசம் மேடை போடுதம்மா, பெண் போல ஜாடை பேசுதம்மா. அம்மம்மா ஆனந்தம், அம்மம்மா ஆனந்தம். ഇത് രാജസാറിന്റെ പാട്ട്. ഓക്കെ, ഫോർ യു. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് താങ്ക് യു ബ്ലെസ്. സാർ. മോളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ വരികളൊന്ന് നോക്കുമായിരുന്നു കേട്ടോ. വയലാർ രാമവർമ്മ അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്തില്, അതെ, അതായത് ള എന്നുള്ള ഒരു ലെറ്റർ, ള മുളങ്കുഴലിൽ, അതായത് ഒരു ലെറ്റർ അതേപോലെ തന്നെ വച്ചിട്ട് വേർഡ്സ് അടുത്തടുത്തടുത്ത് വരുത്താൻ അതൊക്കെ എഴുതണം എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താ പറയണേ, അതൊക്കെ ജനനം അങ്ങനെ വലിയ വലിയ മഹാനുഭാവന്മാർക്കേ അത് പറ്റുള്ളൂ. കാരണം അർത്ഥം ശരിയായിരിക്കണം, ഫിലിമിന്റെ സിറ്റുവേഷൻ ശരിയായിരിക്കണം, എല്ലാം. ഇതൊക്കെ നമ്മൾ എന്താ പറയണ്ടേ, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാൻ. മക്കളൊക്കെ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ആ പാടുമ്പോ ചുമ്മാ ചുവപ്പ് കല്ല് മൂക്കുത്തി ഹോയ് എന്ന് പാടുന്ന ഇതെന്താണ് ഇതിന്റെ ആ ലിറിക്സ് എന്നുള്ളത് കേട്ടോ. മക്കളുടെ സൗണ്ട് എന്ന് പറയണത് മുമ്പേ പറഞ്ഞതുപോലെ പളിച്ചെന്ന് പറഞ്ഞ തെളിഞ്ഞ് നല്ല ത്രോയുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് കുറവ് വന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നല്ല രസമുണ്ട്. അതിലോ എല്ലാ സംഗതികളും എല്ലാം ഈസി ആയിട്ട് വരുന്ന ഒരു ശബ്ദം. നീ ഒരാള് താ അയ്യ, തമിഴിൽ ഇങ്ങനെ പറയും എന്ന് പറഞ്ഞാൽ നീ ഒരു മിടുക്കിയാണ്. മിടുമിടുക്കി മില്ലാക്കാരി നെല്ലും കുത്തും പതിരും തിരിഞ്ഞ്, അത്ര മിടുക്കിയാണെന്ന്. എനിക്ക് ഇഷ്ടമായി മോളുടെ സ്റ്റൈൽ ഓഫ് സിംഗിങ് എല്ലാം. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ മൂക്കുത്തി വെക്കാൻ കുറെ ചേച്ചിമാരൊക്കെ വന്ന് അവരൊക്കെ അങ്ങ് കളർഫുൾ ആക്കി കേട്ടാ. ഗോഡ് ബ്ലെസ് യു. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പാടിയത് വെച്ച് വി ആർ ഗിവിംഗ് യു 98 out of 100. താങ്ക് യു സാർ. ആടി ഒരു തേൻ പൂക്കുറ്റി. താങ്ക് യു സാർ. MG ഞങ്ങളെ നമ്മുടെ കൃഷ്ണക്കുട്ടിയുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കിയാലോ? പിന്നെന്താ. ഓഹോ, നാഗലശ്ശേരി പഞ്ചായത്ത് 1-ാം വാർഡിലാണ് ഞാൻ മെമ്പറായിട്ട് നിൽക്കുന്നത്. എൻ്റെ വാർഡിലെ
കുട്ടിയാണ് കൃഷ്ണ. കൃഷ്ണയെ ഒരുപാട് അറിയുന്നതാണ്, നല്ലൊരു ഗായികയാണ്. കൂടാതെ ഫ്ലവേഴ്സിൽ ഇങ്ങനൊരു വേദി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചെറിയൊരു ചിത്രയായിട്ട് തന്നെ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിമാനം. ഞങ്ങളുടെ ഒരു നല്ലൊരു പിന്നെ MG സാറ് പറയും കൃഷ്ണൻകുട്ടിയാണ് എന്നുള്ളത്, അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം. ഒരു എപ്പിസോഡും പോവാതെ ഞാൻ എല്ലാ പരിപാടികളും കാണലുണ്ട്. കൃഷ്ണ നല്ലൊരു ഗായികയായി മാറട്ടെ എന്ന് എല്ലാവിധ ആശംസകളോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെൻ്റെ മകൻ്റെ കുട്ടിയാണ്. അതിന് നല്ല ചെറുപ്പം മുതലേ പാട്ടിന് നല്ല ഉത്സാഹം ഉള്ള പാട്ടൊക്കെ ഞങ്ങൾ ദിവസവും നല്ലോണം അത് കഴിയുന്നവരെ കാണുന്നുണ്ട്. നല്ല പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവത്തിനോട് വിളിച്ചിട്ടുണ്ട്. നല്ല പാടി ജയിച്ച് നല്ല സമ്മാനമൊക്കെ മേടിച്ച് വരട്ടെ എന്നുള്ളത് നല്ല ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു കുടുംബം. അമ്പാടി ഞാൻ അമ്പാടി എന്ന് പറയാൻ കാരണം ഞങ്ങൾ വീട്ടിൽ അമ്പാടി എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ടാണ് നാവുമ്പോൾ എപ്പോഴും അമ്പാടി അമ്പാടി എന്ന പേരാണ് വരുന്നത്. കൃഷ്ണ ചെറുപ്പം മുതൽ തന്നെ പാട്ടിനോട് അവൾക്ക് താല്പര്യമുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു ഫ്ലോറിൽ വരാൻ പറ്റിയാലും ഈ സ്റ്റേജ് വരെ എത്തിയാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവൾ മാക്സിമം പാട്ടുകളൊക്കെ പഠിച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെയും പ്രാർത്ഥന അവൾക്കൊപ്പമുണ്ട്. അവൾ കൂടുതൽ നന്നായിട്ട് അവൾക്ക് പാടാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൊള്ളാം. ഇപ്പൊ എന്നാ ടാറ്റ. അതന്നെ, ഈ പൂക്കളും ഈ തെന്നലും. നോക്കാം. റെഡി 5 നോക്കൂ, റിഹേഴ്സൽ നോക്കൂ. നീ മധുപകരൂല. അതെന്താ ഇപ്പൊ ഈ പാട്ട്? അല്ല, ഇപ്പൊ എന്താ പാട്ട് ആണോ? ഓക്കെ. റെഡി? റെഡിയാ? റെഡി? ഒരു നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ. നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ. എന്റെ അമ്മേ. ഒരു വല്ലാത്ത സർപ്രൈസ് ആയി പോയി കേട്ടോ. അതെ, ഇവിടെ ഒരു സർപ്രൈസുകളുടെ ലോകമാണ്. പക്ഷെ ഇതിനിടയിൽ ഇങ്ങനൊരു ബർത്ത്ഡേ ഞാൻ അറിഞ്ഞതേ ഇല്ല. അല്ല, എനിക്കൊരു ആകെ ഒരു സംശയം. സാധാരണ ഉള്ള പോലെ അല്ല ഇവിടെ. നമ്മള് സാധാരണ അവിടെ ജഡ്ജ് ചെയ്യാനിരിക്കുമ്പോ റിഹേഴ്സൽ നടക്കുമ്പോൾ ലൈറ്റൊക്കെ ഉണ്ടാവും. കുറച്ചു നേരമായിട്ട് ലൈറ്റ് ആയില്ല, ഡിം ലൈറ്റില് പ്രാക്ടീസ്. ഇതിനായിരുന്നു അല്ലേ സിന്ധു ഇതൊക്കെ ചെയ്തത്? എന്താ ഒന്ന് പേടിച്ചു പോയത് പെട്ടെന്ന്. ആ പാട്ടിന് നീ മായല്ലേ മറയല്ലേ തോം തോം തോം. എന്തായാലും എനിഹൗ
ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മധു. താങ്ക് യു ബിന്നി, വളരെ സന്തോഷം. സിന്ധു, എന്തായാലും ഇങ്ങനൊരു സർപ്രൈസ് ഒരുക്കിയതിന് സിന്ധുവിനും ഫ്ലവേഴ്സിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഡാൻസേഴ്സ് നിങ്ങൾ എന്നെ പറ്റിച്ചതിന് നിങ്ങൾക്കും താങ്ക് യു. നല്ല പാട്ട്, നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. എന്താണ്? ഇന്നിപ്പോ ഇവിടത്തെ അല്ല, ഓരോ ദിവസവും ഓരോരുത്തർ അനുഭവിക്കുന്നുണ്ടല്ലോ. അന്ന് പറഞ്ഞത് വാക്ക് പാലിക്കുകയാണ്. ഇന്ന് അങ്ങോട്ട് അനുഭവിച്ചോളൂ. താങ്ക് യു ഡാൻസേഴ്സ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു. മധു, അപ്പം ഹാപ്പി ബർത്ത്ഡേ ആണ്. എനിക്ക് ദിവ്യയുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചതിക്കല്ലേ ശ്രീകുടൻ ചേട്ടാ? അതായത് വേറൊന്നുമല്ല, മധുവിന് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് വരുമ്പം എന്തായിരിക്കും മധുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് യു? ശ്രീകുട്ടൻ ചേട്ടാ, ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അപ്പോഴും പാട്ട് തന്നെയാണ്. പാട്ട് തന്നെയാണ്. അപ്പൊ എപ്പോഴും ഹാപ്പിനെസ് വന്നാലും, അപ്പൊ എന്തെങ്കിലും ദുഃഖം വന്നാലോ? ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറയട്ടെ. ദുഃഖം വന്നാൽ കുറച്ച് ദേഷ്യം കൂടെ ഉണ്ടാവും. ദേഷ്യം വന്നാലോ? എന്നാ കൂടി പോയി ഒരു ചവിട്ടി കേട്ടോ അല്ലേ? താൻ പറഞ്ഞു. അതെ, സത്യസന്ധമായിട്ടുള്ള ദേഷ്യം വന്നാൽ എങ്ങനെ പ്രകടിപ്പിക്കുക? ദേഷ്യം വരവ് കുറവാണ്. വന്നാൽ ഒരു ശിവതാണ്ഡവമായിരിക്കും. പക്ഷെ അങ്ങനെ മനുഷ്യരല്ലേ, അങ്ങനെ വരണ്ടേ അല്ലേ നമ്മള്? താണ്ഡവം പെട്ടെന്ന് തീരും. അതെ, വേഗം തണുക്കും. താണ്ഡവം തീരുന്ന വേറൊന്നുമില്ല. എന്നാ തിരിച്ചാണെങ്കിലോ? ദേഷ്യമേ എൻ്റെ അടുത്ത് ദേഷ്യം ഇല്ല, കാണിക്കാറില്ല. ഞാൻ ദിവ്യയുടെ ദേഷ്യം കാണുന്നത് കുട്ടികളുടെ അടുത്താ. ദിവ്യ എപ്പോഴും, എല്ലാവരും പറയും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആള്, 24 hours ചിരിയാണ്, എന്താണ് ഈ ചിരിയുടെ രഹസ്യം എന്നൊക്കെ ദിവ്യയോട് ചോദിക്കും. പക്ഷെ എൻ്റെ അടുത്ത് മാത്രം എപ്പോഴും ചിരിക്കാറില്ല കേട്ടോ. എൻ്റെ അടുത്ത് ചിരിക്കുന്നത് വളരെ അപൂർവ. ഇത് ദൈവം പൊറുക്കില്ല. അല്ല, അത് ഭാര്യയും ഭർത്താവും ആവുമ്പോ അങ്ങനെയൊക്കെയാണ്. എപ്പോഴും ചിരിക്കേണ്ട കാര്യമില്ലല്ലോ, അവരൊന്നാണല്ലോ, അപ്പം ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്തേക്കാണ് ദിവ്യയുടെ ശബ്ദം ഞാൻ കേൾക്കണത്. ഇത്രയും ശബ്ദം ദിവ്യക്ക് ഉണ്ടായിരുന്നോ, ഇത്രയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്. പിന്നെ എനിക്ക് ദേഷ്യം തന്നെ ഒരേ ഒരു കാര്യം മെയിൻ ആയിട്ടുള്ളത്, ദിവ്യക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചോദിച്ചൊന്നും മിണ്ടൂല, മുഖം വെറുപ്പിച്ചിരിക്കും. അത് വലിയ കുഴപ്പം. അപ്പൊ നമുക്കാണെങ്കിൽ ആകെ ഇതാവും, എന്താണ് താണ്ഡവം കൂടും. എന്താണ് കാരണം അറിയാനുള്ള ഒരു ആകാംക്ഷ. അതെ, ചിലപ്പോ നമ്മളായിട്ടുണ്ടാക്കിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല. ശരി, എന്തായാലും ആരായിരിക്കും ഒരു കോംപ്രമൈസിൽ വരുന്നത്? അത് മധുവാണോ ആദ്യം വരുന്നത്? ഞാൻ തന്നെയാ. അവിടെ മുഖം വെറുപ്പിച്ചിരിക്കുള്ളൂ. പിന്നെ ഞാൻ പിന്നെ പോയിട്ട് തോണ്ടി എല്ലായിടത്തും അങ്ങനെ. ബെന്നിയുടെ അവിടെ അങ്ങനെയാണോ എന്തോ? ബെന്നിയുടെ അവിടെ അല്ല, എന്നെ കൃഷ്ണന്റെ കാര്യം, കൃഷ്ണൻ ഇപ്പൊ ഞങ്ങൾ 25 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഈ ജനുവരി 24-ന് 25 വർഷമായി. കൃഷ്ണൻ ഇന്ന് വരെ എന്നെ എടീന്ന് വിളിച്ചിട്ടില്ല കേട്ടോ. ഞാനും വിളിച്ചിട്ടില്ല. ഇല്ല അല്ലേ? ഞാൻ സാറിന് അങ്ങനെ വിളിക്കുന്നു, എടീ നീ വന്നേ. അത് ചേട്ടൻ സ്നേഹമായിട്ട് ഞാൻ ഇടാന്ന് വിളിച്ചു. ഞാൻ വിളിക്കും, കൃഷ്ണനെ വിളിക്കും. പക്ഷെ ഞങ്ങള് പിള്ളേരുണ്ടാവുന്നതിന് മുമ്പായിരുന്നു വഴക്ക്. ഇപ്പൊ രഹസ്യമായിട്ടാ. നമ്മൾ നേരത്തെ ശ്രീദർശന്റെ കാര്യം പറഞ്ഞില്ലേ? വാ ഇങ്ങ വാ, മുറിയിലേ വാ, സാപ്പാട് നീങ്ക വാ, പിന്നെ വിളിക്കും. സാപ്പാട് ഇപ്പൊ ഇന്ത നേരത്തില്ലേ, സുമ്മാ വാപ്പാ, പുങ്കവാ നീങ്ക വാ എന്ന് വിളിച്ചകത്ത് കയറ്റിയിട്ട് അങ്ങോട്ട് അന്തമാതിരി പാത്ത് നില്ലേ നിർത്തിയിട്ട് ഇവിടെ അങ്ങോട്ട് തേച്ചിട്ട് സ്വന്തമായിട്ടാണ്. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോ ഞാൻ ഉടനെ ഇറങ്ങിപ്പോവും, മോളിലേക്ക് പോയിട്ട് എനിക്ക് ദേഷ്യം. ഞാൻ മോളിൽ പോയിട്ട് ഒരു സാരി ഷോപ്പിംഗ് മോളിൽ പോയി എനിക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോ ഒരു സാരി മേടിക്കും. അപ്പൊ കൃഷ്ണൻ വഴക്ക് നിർത്തി. കാരണം ഒരു വഴക്കിന് 10-15,000 രൂപ. ഇവിടെ ഞങ്ങൾക്ക് സന്തോഷം കൂടുമ്പോഴാ ചെലവ്. അല്ല, ഇതൊരു വലിയ ഈ സങ്കടം എന്തെങ്കിലും വന്നാലേ നമ്മൾ അപ്പൊ തന്നെ എവിടെ നിന്ന് മാറി നിന്നാ ആ വഴക്ക് അവിടെ അങ്ങ് തീരും. അപ്പൊ തൊട്ടടുത്ത് മാളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കളേഴ്സ് ഒക്കെ കണ്ടിങ്ങനെ നടന്ന്, പക്ഷെ ഒന്നും മേടിക്കരുത്, ജസ്റ്റ് നടക്കത്. ഡോക്ടർമാരെ പറയുന്ന കാര്യമാണ്. ഓ ശരി, ചുമ്മാ നടന്നാ മതി. ഇനിയിപ്പോ എന്തെങ്കിലും നിങ്ങൾ വരുമ്പോ അടുത്തേതാ? തൃപ്പൂണിത്തുറ ഏതുണ്ട്? അടുത്ത ഫോറം മോള്. ഞാനും ഫോറം മോളിലെ പോണേ. ഓ ശരി, ചെന്നൈ വിജയമാള്. വിജയമാള്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇപ്പൊ എല്ലാവർക്കും ഇനിയിപ്പോ ഒരു പാഠമാണ്. എന്തെങ്കിലും വഴക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മോള് വരെ ഒന്ന് പോയിട്ട് വരാം. വഴക്ക് കൂടൂല. നിങ്ങൾ ആരാ ഏറ്റവും റൊമാൻറ്റിക്?
മധു ഇവിടെ ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ. എന്നും കാണാറുണ്ട്. അപ്പം വീട്ടിലും ഡാൻസ് ഉണ്ടോ? വീട്ടില് ഡാൻസ് ഉണ്ട്. ആ അത് വല്ലപ്പോഴും അല്ല, ഇവിടെ സിന്ധു ചേച്ചിയുടെ ഒരു പ്രേരണയാണ്. അതെ, നിറയെ ഡാൻസ് കാണാം. ദിവ്യ ഡാൻസ് കളിക്കത്തില്ലേ? കളിച്ചിട്ട് ഒരു MSc പഠിക്കുമ്പോ കളിച്ച് നിർത്തിയതാ, പിന്നെ കളിച്ചിട്ടില്ല. ചീത്ത പറഞ്ഞ ഇല്ല, പിന്നെ കല്യാണം കഴിച്ച് ഡാൻസ് നിർത്തി. ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ. ഡാൻസ് മധു ഇത്തിരി സീരിയസ് ആവുന്നൊരു സംശയം. ദിവ്യ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? ദിവ്യ ഏറ്റവും ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് കട്ടൻ ചായ, കട്ടൻ കാപ്പി. അപ്പം അല്ലാതെ ഞാൻ ചുമ്മാ പറഞ്ഞ മോരുകറി, പുളിശ്ശേരി ഇല്ലേ, പുളിശ്ശേരി, മെഴുക്കുവരട്ടികള്, ഇന്ന് പട്ടണിയാ, ഇന്നൊന്നും കിട്ടൂല. സാമ്പാർ, അതൊക്കെ നല്ല. പക്ഷെ ഏതൊരു ദിവസം മാത്രം സാമ്പാറിൽ ഇറച്ചി മസാല ഇട്ടിട്ട് ഞാൻ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ടേസ്റ്റ് സാമ്പാറിന്റെ അല്ല. അപ്പൊ ഞാൻ ചോദിച്ചത് പുതിയൊരു കറിയാണോടോ? സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെയാണല്ലോ, ടേസ്റ്റ് വേറെ. ദിവ്യ പറഞ്ഞു അയ്യോ മസാല ഇട്ടത് മാറിപ്പോയി. കുറച്ച് ചായപ്പൊടിയും കൂടെ ഇടായിരുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സുഗുണേട്ടാ, താങ്ക് യു സോ മച്ച്. എന്താ പറയുന്നത്, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ഒരുപാട് നാള് മധു ഇപ്പൊ പാടുന്നെന്ന് പറഞ്ഞാൽ അതിമധുരമാണ് പാടുന്നത്. മധുവും കൂടെ ചേർത്തിട്ടാ ഞാൻ പറഞ്ഞത്. അതിമധുരമാണ്. അത് ത്രിമധുരമായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കട്ടെ ഇനി വരും നാളുകളിൽ. താങ്ക് യു പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. ഞാൻ ശംഭോ മഹാദേവ, മാധവ മഹാദേവ. നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. കുടുംബമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയത് എന്തായാലും വളരെ സന്തോഷം. സിന്ധുവിനും ഫ്ലവേഴ്സിനും എല്ലാവർക്കും ഇവിടെ ഉള്ള എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മധു, ഹാപ്പി ബർത്ത്ഡേ ടു യു, happy birthday you, thank you, happy birthday to you, happy birthday my dear Madhu, happy birthday to you. Thank you so much. Thank you സുഗുണ ചേട്ടാ, ബിന്നി. Thank you. നമുക്ക് കേക്ക് വേണ്ടേ? പിന്നെ കേക്കില്ലാതെ എന്താ ആഘോഷം? സുഗുണ ചേട്ടാ, ബിന്നി. Happy birthday to you, happy birthday to you, happy birthday to Madhu, happy birthday to you, happy birthday to you, happy birthday to you, happy birthday to my dear Madhu, happy birthday to you. ഇപ്പൊ എന്തായാലും ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്തെന്ന് പറഞ്ഞാൽ എനിക്കേറെ പ്രിയപ്പെട്ട ഒരു ഗായകനാണ് മധു ബാലകൃഷ്ണൻ. പാടുന്നതിലുള്ള പെർഫെക്ഷനും അർപ്പണ മനോഭാവവും കൊണ്ട് മധു ഇന്ന് എല്ലാ ലാംഗ്വേജസിലും പാടുന്ന ഒരു വാണ്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേ ബാക്ക് സിംഗറാണ്. അതിമനോഹരമായ ശബ്ദം, ആലാപനം, അതുപോലെ തന്നെ ഏത് പാട്ടും അനായാസേന പാടാനുള്ള ഒരു കഴിവ് അത് ദൈവം നൽകിയതാണ്. എനിക്ക് തോന്നുന്നു പൂർണ്ണത്രേശൻ നൽകിയ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ. മനോഹരമായിട്ട് ഇപ്പൊ പാടുന്ന പ്ലേബാക്ക് സിംഗേഴ്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യസന്ധമായിട്ട് ഒരുപാട് പേർക്ക് ആരാണ് ഏറ്റവും ഇപ്പം പാടുന്ന
ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ ഒരു ഉത്തരവുള്ളൂ, മധു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഏത് പാട്ടും എപ്പോൾ പാടിയാലും ഏത് ഉറക്കത്തിൽ വിളിച്ച് എവിടെ പാടിയാലും ഒരു പെർഫെക്ഷനോടുകൂടി പാടുക എന്നുള്ളത് അതൊരു വലിയ അനുഗ്രഹമാണ്. മാത്രമല്ല, കാരണം മധുവിന്റെ പാട്ട് മാത്രമല്ല, മധുവിന്റെ വിനയം, അല്ലെ ഗുരുക്കന്മാരോടുള്ള സ്നേഹം, അല്ലെ ഗുരുത്വം എന്ന് നമ്മൾ പറയുന്നത് ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് മധുവും. അതുപോലെ തന്നെ മധുവിന്റെ ഭാര്യ ദിവ്യ, മാധവും മഹാദേവും, ആ കുടുംബത്തിന് മുഴുവൻ എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് മനസ്സാലെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേട്ടാ. വളരെ സന്തോഷം. താങ്ക് യു ചേച്ചി. കുട്ടിക്കുറുമ്പ് കൂട്ടിൽ നിന്നും നാദമധുരമേകാനെത്തുന്നു ദ്രൗപദി. വെൽക്കം ദ്രൗപദി ഓൺ സ്റ്റേജ്. ദൈവമേ, ഇതാരാണോ വരണത്? അടിപൊളി. ആരാണിത്? ഈ ഐശ്വര്യവതി മലയാള മങ്ക ആരാണ്? ഞാൻ ദ്രൗപദി. ദ്രൗപദി ആയിരുന്നോ? ഓ, ഞങ്ങക്ക് മനസ്സിലായതേ ഇല്ല. മനസ്സിലായതേ ഇല്ല. മഞ്ജു വാര്യരാണോ? ഓ, ഓക്കെ. അപ്പൊ ഏതാ പാട്ട്? വരമഞ്ഞളാടിയ. വെറുതെ അല്ല, സൂപ്പർ സോങ്. നല്ല പാട്ട്. വിദ്യാസാഗർ, അതുപോലെ തന്നെ സുജാത ചേച്ചി. അതെ, സച്ചിദാനന്ദൻ പുഴങ്കരയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതാണ് എൻ്റെ ആ പാട്ടിനൊരു ഹൈലൈറ്റ്. കാരണം നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കും ഇത് ഗിരീഷ് പുത്തഞ്ചേരിയാണോ, രമേശ് നായരാണോ, ബിച്ചോട്ടനാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിദ്യാജിയുടെ ഈണത്തിന് അനുസൃതമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നല്ല സെലക്ഷൻ കേട്ടോ, നന്നായിട്ടുണ്ടേ. ഈ സിനിമയില് മഞ്ജു വാര്യർ ഒരു സ്റ്റാൻഡോ ഏതാണ്ട് കേട്ടിട്ടില്ലേ പാടുന്നത്? വേണോ? മറന്നുപോയി. കണ്ണടയില്ല. തരാം, അതൊക്കെ തരാം. ഇത് വേണോ? ഒരു കൂളിംഗ് ഗ്ലാസ്, ഒരു വടി, ഒരു സ്റ്റാൻഡ് കൂടെ തരാം. കൂളിംഗ് ഗ്ലാസ്. ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ. അപ്പൊ പോരട്ടെ, ഒരു മൈക്ക് സ്റ്റാൻഡ്, ഒരു കണ്ണാടി, ഒരു വടി, ഇതെല്ലാം പോരട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താരേ
അമർന്നൊരു സായന്തനത്തിൽ മഴയായി ചാറിയതാരേ തലമർമരം നേർത്ത ചില്ലകൾക്കുള്ളിൽ കുയിലായി മാറിയതാരേ അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകളെഴുതിയതാരേ മുകുളിതയാക്കിയതാരേ അവളെ പ്രണയിനിയാക്കിയതാരേ വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനേരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർ മലരാക്കി. വെരി ഗുഡ്. വെരി ഗുഡ്. അപ്പൊ മോളെ എന്തോ സർ? നന്നായിരുന്നു കേട്ടോ. നല്ല ഒരു സുഖം ഉണ്ടായിരുന്നു. വെരി സ്മൂത്ത് റെൻഡീഷൻ. താങ്ക് യു സർ. കേൾക്കാൻ നല്ല എന്താണ് ഒരു മഴയത്തിരുന്ന് ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേൾക്കുന്ന പോലെ ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പൊലിപ്പിക്കാം. പക്ഷെ എങ്കിലും മോളതങ്ങ് ടോട്ടലി മോളങ്ങ് ഒരു എന്താണ് ഒരു ലെവലിൽ അങ്ങ് പാടി അങ്ങ് പോയി. ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ കുങ്കുമമല്ലേ എന്നുള്ളത് ഒരു കട്ടുണ്ട് അവിടെ, ഒരു ലിഫ്റ്റ് പോലെ. എന്തായാലും ടോട്ടലി നോക്കുമ്പോൾ ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു. ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചുകൂടെ ഡൈനാമിക്സ് വന്നിരുന്നത് നന്നായിരുന്നേനെ. കാരണം ചില സംഗതികളൊക്കെ എന്താണ് ഒരു ക്രിസ്പിനെസ് വന്നിരുന്നത് നന്നായിരുന്നേനെ. ബട്ട് ഫാർ ബെറ്റർ ദാൻ ദ പ്രീവിയസ് സോങ്സ്. വെരി ഗുഡ്. ഓൾ ദി താങ്ക് യു ബെസ്റ്റ്. സർ. ദ്രൗപദി എന്തോ സർ? കാണാൻ നല്ല ചാരുത, ആ ചാരുത പാട്ടിലുണ്ടായിരുന്നു താങ്ക് യു കേട്ടോ. സർ. വളരെ വളരെ നല്ല രസമായിട്ട് പാടി. ഈ പാട്ടിന് അനുയോജ്യമായിട്ടുള്ളൊരു വോയിസ് ആയിരുന്നു ഇപ്പോൾ ഈ പാടി. ഇപ്പോൾ നല്ല നല്ല സ്യൂട്ടായി, അത് കറക്റ്റായിട്ട് മാച്ചായി കേട്ടോ. താങ്ക് യു സർ. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം ഒരു നോട്ട് ചെയ്തത് ഒരു മഞ്ഞു തുള്ളിയുടെ തുള്ളി, അത് ലാൻഡിങ് നോട്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് പല്ലവിയിൽ. ലാസ്റ്റ് പല്ലവിയിൽ പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയി. അത് കനവുകൾ എഴുതിയത് ആരേ എന്നുള്ളടത്ത് അനുപല്ലവിയിൽ ആരേ. ഓക്കെ, അത് കറക്റ്റായിട്ട് ക്ലിയർ ആവണം. പക്ഷേ കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല. ഓക്കെ, എന്തായാലും അസലായിരുന്നു. ഞാനും ബിന്നി ആൻറ്റിയും കൂടി ഒരു പാട്ട് അങ്ങോട്ട് ഒരു പ്രസന്റേഷൻ എടുത്ത് തരാം. காதல் வந்ததும் கன்னியின் உள்ளம் காதலை யாருக்கும் சொல்வதில்லை. புத்தகம் மூடிய மயிலிறகை என் புத்தியில் மறைப்பால் தெரிவதில்லை. நெஞ்சே என் நெஞ்சே செல்லாயோ அவனோடு. சென்றால் வரமாட்டாய் அதுதானே பெரும்பாடு. தன்னன்னானன 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 தன்னன்னானன. காதல் வந்ததும் கன்னியின் உள்ளம் காதலை யாருக்கும் சொல்வதில்லை. புத்தகம் மூடிய மயிலிறகை என் புத்தியில் மறைப்பால் தெரியவதில்லை. நெஞ்சே நெஞ்சே. ഓക്കെ, ഇഷ്ടമായോ പാട്ട്? ഇഷ്ടായി. വിദ്യാജിയുടെ പ്രോഗ്രാംസിലേക്ക് പാട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് പ്രോഗ്രാമിൽ ഞാനും മൃദുലയും കൂടി പാട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഒരു കർണാട്ടിക് കോമ്പോസിഷനിൽ നിന്ന് ഒരു ഫിലിമിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ലാളിത്യം, നൈർമല്യം എന്നൊക്കെ പറയില്ലേ, അതാണ് ഫിലിമിൽ നമുക്ക് കിട്ടുന്ന ആ രാഗത്തിൻ്റെ ഭാവം. മീ വല്ല ഗുണദോഷമേ മീ ശ്രീരാമ മീ വല്ല ഗുണദോഷമേ മീ. അത് ഈ ഒരു രീതിയിൽ അതിൻ്റെ ഒരു എന്താ പറയണ, ഒരു ചെറിയ ഒരു ഹാർഡായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഇത് ലാളിത്യമായിട്ട് പാടാം. എന്നാലും ഇങ്ങോട്ട് വരുമ്പോൾ എത്ര ഒരു നൈർമല്യം അല്ലേ, രണ്ടും. പക്ഷേ ഇങ്ങനെ വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു സംഗീത ശാഖകൾ, എല്ലാമേ വലിയ സംഗീത ശാഖകൾ തന്നെ. ആ ക്ലാസിക്കലിൻ്റെ ആ പിടുത്തം ഉണ്ടല്ലോ, മൃഗയും അതുപോലത്തെ ഉള്ള കാര്യങ്ങൾ വിട്ട് കഴിഞ്ഞ്
ലൈറ്റർ ആയി കഴിഞ്ഞാൽ ലളിതഗാനമായി. അതാണ് അങ്ങനെ ലളിതഗാനം എന്ന് പറയുന്നത്. മലയാളത്തില് രവീന്ദ്രമാഷ് ചെയ്തിട്ടുണ്ടല്ലോ. ആ. ഹിമഗിരി തനയേ മലത്തെ അതെ. എന്തിനു വേറൊരു സൂര്യോദയം കേട്ടിട്ടില്ലേ? ഞാൻ ഉണ്ട്. അനുപല്ലവി എന്ത് നേർച്ചിന, ആ കീർത്തനത്തിന്റെയാണ്. നിന്റെ നൂപുര മർമരം കേട്ടിട്ടില്ലേ ഇത്? ഞാൻ ഉണ്ട്. ആ, അതൊക്കെ ഓരോ കീർത്തനത്തിന്റെ തുടക്കം വെച്ച് ചെയ്തതാണ്, കമ്പോസ് ചെയ്ത് ബ്രില്യന്റ് ആയിട്ട്, ബുദ്ധിപരമായിട്ട്. അതെ. യെസ്. മക്കളെ നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു മാം. പൊതുവെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും നല്ലൊരു സോങ് സെലക്ഷൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സോ ടുഡേ ഞാനിപ്പോൾ മധുവും കേട്ട് സംസാരിച്ചു. വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യ ഒരു സച്ചി പൂക്കുറ്റി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. കാറ്റോടു മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം. മായുന്ന സന്ധ്യേ നിന്നെ തേടി ഈരന്നിലാവിൻ പരാഗം. എന്നെന്നും ഈ മടിയിലെ പൈതലായി നീ മൂടും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.
നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.